നമസ്കാരം. വാസുകി ടോക്സ് ഗോയിങ് ലൈവ്. ഇനി മുതൽ ആഴ്ചയിലെ 7 ദിവസവും വൈകുന്നേരം 7 to 8 വാസുകി കമ്മിങ് ലൈവ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തിന്റെ രഹസ്യവും പിന്നെ ഒരു വളരെ പ്രസിദ്ധവും ഏറ്റവും ശക്തവുമായ ഒരു ശിവമന്ത്രമുണ്ട്. അത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യത്തോടെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ റാപ്പ് ചെയ്യുന്നത്. ഈ ലൈവ് സ്ട്രീമിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം. ഒരു 1 to 2 മിനിറ്റ്സിൽ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് തുടങ്ങാം. പല ആഴ്ചകളിലായി ഞാൻ 4 ശിവക്ഷേത്രങ്ങളെ പറ്റി ഇട്ടിരുന്നു. അത് ഞാൻ അധികം താമസിയാതെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ വെക്കാം. അപ്പോൾ പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് ഫുൾ വിശദമായിട്ട് ഓരോ ക്ഷേത്രത്തെ പറ്റിയും അറിയാൻ പറ്റും. കാരണം ആദ്യം ഞാൻ പറഞ്ഞു പോയ ആ 4 ക്ഷേത്രങ്ങളെ പറ്റി ഒരു 5 മിനിറ്റ് എങ്കിലും ഇന്ന് പറഞ്ഞാലേ ആ രഹസ്യത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇന്ന് ഏത് ക്ഷേത്രമാണ് അത് വേറെ ഒരു ക്ഷേത്രമുണ്ട്. സോ നമുക്ക് 1 to 2 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ റിവിഷൻ. നമ്മൾ ആദ്യം പല ശനിയാഴ്ചകളിലും ബുധനാഴ്ചകളിലും അപ്ലോഡ് ചെയ്ത ആ 4 ക്ഷേത്രങ്ങളുടെ ഒരു ചെറിയ റിവിഷനും പിന്നെ ഒരു പുതിയ ക്ഷേത്ര രഹസ്യം. ഇന്നലെ ടീസർ വന്നിരുന്നു. അതില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യന്റെ സൂക്ഷ്മ ശരീരവുമായി വളരെയേറെ ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു ക്ഷേത്ര വാസ്തുവിദ്യ. അവിടത്തെ ദ്വാരപാലകർക്കും ഉണ്ടത്രേ 2 വിചിത്രമായ ഒരു ബന്ധം. അപ്പൊ അതെല്ലാം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യം ഈ 4 ക്ഷേത്രം എന്താണെന്ന് കണ്ടിട്ട് ഒരു ചെറിയ റിവിഷൻ പോലെ നടത്തിയിട്ട് പിന്നെ നമുക്ക് ഈ 5th ക്ഷേത്രത്തിലോട്ട് വരാം. അതിനെപ്പറ്റി ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ക്ഷേത്രങ്ങളിലും ആ ഒരു മന്ത്രവുമായിട്ട് എന്താണ് ബന്ധം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നത് ഏകാംബരേശ്വരർ ക്ഷേത്രത്തെ പറ്റിയായിരുന്നു. അത് തമിഴ്നാട് ജില്ലയിലെ കാഞ്ചീപുരം ജില്ലയിലുള്ള ഒരു ക്ഷേത്രമാണ്. അതിന്റെ കഥ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ദിവസം പാർവ്വതീദേവി വളരെ തമാശയ്ക്കായിട്ട് ഇവന്റെ കണ്ണുകൾ കുത്തുകയും അങ്ങനെ ബ്രഹ്മാണ്ട് മുഴുവനും അന്ധകാരത്തിലായി. അങ്ങനെ ശിവന് അതില് ദേഷ്യം വന്നിട്ട് പാർവതി ദേവിയോട് കുറച്ചു കാലം ഒരു അച്ചടക്ക നടപടി എന്നോണം ഭൂമിയിൽ ചെന്ന് തപസ്സിരിക്കുവാൻ പറഞ്ഞു. അങ്ങനെ പാർവതി തപസ്സിരിക്കുകയും അങ്ങനെ അതിന്റെ ഇടയിൽ തന്നെ കുറേയേറെ പരീക്ഷണങ്ങൾ ശിവൻ ചെയ്തു. അത് നിങ്ങൾക്ക് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുക്കാം. ആദ്യം ഗംഗയുടെ അടുത്ത് അവിടെ ഒരു പ്രളയാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ പറഞ്ഞു. പക്ഷെ പാർവതിയുടെ വാക്കുകൾ മാനിച്ച് ഗംഗ ഗംഗയുടെ തന്നെ വാസസ്ഥലത്തേക്ക് തിരിച്ചുപോയി. പിന്നെ പാർവതി ദേവി തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലത്ത് അഗ്നിയെ വിട്ടിട്ട് അവിടെ മുഴുവനും ഒരു വല്ലാതെ ഒരു ചൂട് സൃഷ്ടിക്കാൻ പറഞ്ഞു. പക്ഷെ അമ്മ നമ്മുടെ സഹോദരനായ മഹാവിഷ്ണുവിന്റെ സഹായത്തോടെ ആ തപസ് മുടങ്ങാതെ നോക്കി. അങ്ങനെ മഹാവിഷ്ണു കൈലാസത്തിൽ പോയി ശിവന്റെ ജടയിൽ നിന്നും ചന്ദ്രകല കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയായിരുന്നു ആ വൃക്ഷക്കൊമ്പില്. പിന്നെ അമ്മ തപസ് അനുഷ്ഠിച്ചിരുന്നത് ഒരു നദീതീരത്തായിരുന്നു, വേഗവതി നദി. അതിനോട് ശിവൻ പ്രളയാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രളയം വരികയും അമ്മ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ ശിവലിംഗം പ്രളയജലത്തിൽ ഒലിച്ചു പോകുമോ എന്ന് അമ്മയ്ക്ക് പേടി വന്നപ്പോൾ അമ്മ ആ ശിവലിംഗത്തിനെ ദൃഢ ആലിംഗനം ചെയ്തു.
അങ്ങനെ അതിൽ സംതൃപ്തനായ ശിവൻ ഉടനെ തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ മാവിന്റെ ചോട്ടിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടും പിന്നെ കുറെ ഏറെ കാലം ആ മാവിൻ ചുവട്ടിൽ ശിവലിംഗമായിട്ട് ശിവസാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടും ആ സ്ഥലത്തിന് ഏകാംബരേശ്വരർ എന്നൊരു നാമം ലഭിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് ശിവൻ കൈലാസത്തിൽ പാർവതിക്ക് സൃഷ്ടിയുടെ ചില രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പാർവതിയുടെ ശ്രദ്ധ ഒന്ന് തെറ്റി. അങ്ങനെ വീണ്ടും ഭൂമിയിൽ പോയി തപസ്സിരിക്കുവാൻ പറഞ്ഞു. ആ സമയം അമ്മ തെരഞ്ഞെടുത്തത് തിരുച്ചിറപ്പള്ളി ജില്ലയില് കാവേരി നദി ഒഴുകുന്ന ഒരു സ്ഥലത്താണ് അമ്മ തപസ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ഭഗവതി ആ കാവേരി നദീ ജലം കൊണ്ട് ഒരു ശിവലിംഗം നിർമ്മിക്കുകയും അതവിടെ ഒരു വെൺഞാവൽ മരമുണ്ടായിരുന്നു. അതിന്റെ ചുവട്ടിൽ വെച്ച് സ്ഥാപിച്ച് അമ്മ തപസ് തുടങ്ങി. അങ്ങനെ ആ തപസ്സും കുറെ കാലം നീണ്ടു നിൽക്കുകയും അങ്ങനെ ഒരു ദിവസം ശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ കാരണം കൊണ്ട് തന്നെ ആ സ്ഥലത്തിന് ജംബുകേശ്വരർ എന്നൊരു പേരും വന്നു. അവിടെ ഒരു ആനയും ചിലന്തിയും ശിവഭക്തന്മാരായി പൂജ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നോക്കിയാൽ മതി. അത് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം, പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം. അതായിരുന്നു തിരുവാനൈക്കുയിൽ ജംബുകേശ്വരർ ടെമ്പിൾ, രണ്ടാമത്തെ ക്ഷേത്രം. പിന്നീട് നമ്മൾ കണ്ടത് ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ഇടയില് ഒരു വഴക്ക് വന്നു. ആരാണ് ശ്രേഷ്ഠൻ? അങ്ങനെ അവര് തമ്മില് വഴക്ക് വരികയും ഒരാൾ ബ്രഹ്മാസ്ത്രവും ഒരാള് നാരായണ അസ്ത്രവും ഉപയോഗിക്കും എന്നൊരു അവസ്ഥ വന്നു. അത് ഉപയോഗിച്ചു കഴിഞ്ഞാല് ഈ ബ്രഹ്മാണ്ടം തന്നെ നശിച്ചു പോകും. അങ്ങനെ ദേവന്മാർ ശിവന്റെ സഹായത്തിന് കൈലാസത്തിൽ പോയി അഭ്യർത്ഥിച്ചപ്പോൾ ആ ക്ഷണം തന്നെ ശിവൻ അവിടെ വന്ന് ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ഇടയില് ഒരു അഗ്നിസ്തംഭമായിട്ട് നിന്നിട്ട് അതിന്റെ ആദിയും അന്തവും കണ്ടുപിടിക്കാൻ പറയുകയും അങ്ങനെ ബ്രഹ്മാവ് കള്ളം പറഞ്ഞു, പക്ഷെ വിഷ്ണു സത്യം പറയുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഇവരുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം ഈ അഗ്നിരൂപം വെടിഞ്ഞ് ഒരു ശാന്തമായ തേജോലിംഗമായി ഭൂമിയിൽ വസിക്കുവാൻ തുടങ്ങി. അതാണ് തിരുവണ്ണാമലൈ അരുണാചലേശ്വരർ ക്ഷേത്രം. ആ മല തന്നെയാണ് ശിവൻ. അതിന്റെയും ഒരു വീഡിയോ ഉണ്ട്. പിന്നീട് വന്നത് ശ്രീകാലഹസ്തി. 5 പേരാണ് അവിടെ തപസ് ചെയ്തത്. ലോകത്തില് സർവവ്യാപിയാവാനും ഓരോ ജീവജാലത്തിന്റെയും അവിഭാജ്യ ഘടകമായ പ്രാണവായുവായി താൻ വരണമെന്നും സൃഷ്ടിയുടെ ആരംഭത്തിൽ താൻ തപസ്സനുഷ്ഠിച്ച ആ കർപ്പൂരലിംഗം തന്റെ പേരിൽ അറിയണം എന്നുമായിരുന്നു വായുവിന്റെ അപേക്ഷ ശിവനോട്. അങ്ങനെ അതും ശിവൻ അനുഗ്രഹിച്ചു വായുവിന്. പിന്നീട് വരുന്ന കഥ പാലാഴി മദനത്തില് രാഹുവും കേതുവും വന്ന കഥയാണ്. പക്ഷെ അവർക്ക് അമരത്വം കിട്ടിയെങ്കിലും എല്ലാവരാലും വെറുക്കപ്പെട്ടവരായിപ്പോയി അവര്. ചതിയൻ എന്നൊരു പേര് കിട്ടുകയും ദേവന്മാർ തന്നെ ശപിച്ചു. ജാതകത്തില് ഏറ്റവും ആൾക്കാർക്ക് പേടി തോന്നുന്ന 2 ഗ്രഹങ്ങളായി നിങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞ് ആർക്കും അവരെ ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു ഇത് മാറാൻ വേണ്ടി അവരും ശ്രീകാലഹസ്തിയില് തപസ് ചെയ്തു. അതേമാതിരി ശ്രീ പാർവതിയും അവിടെ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്ഥലം തന്നെ അറിയപ്പെടുന്നത് 3 ജീവികളുടെ പേരിലും ആ സ്ഥലത്തിന് ആ നാമം കൊടുത്തത് തന്നെ ആ 3 ജീവികളുടെയും സത്യസന്ധവും നിഷ്കളങ്കവും അചഞ്ചലവുമായ ഭക്തി കണ്ടിട്ട് ശിവൻ തന്നെയാണ് ആ സ്ഥലത്തിന് ശ്രീകാലഹസ്തി എന്നൊരു പേര് കൊടുത്തത്. ഇതില് ശ്രീ ചിലന്തിയെയും കാള സർപ്പത്തെയും ഹസ്തി ആനയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ അവിടെ ഒരു വേടൻ ഈ കർപ്പൂരലിംഗം കാണുകയും അയാൾക്ക് ഈ ലിംഗവുമായി ഒരു അഭേദ്യമായ ഒരു ആത്മബന്ധം വരികയും ചെയ്തു. പിന്നെ ആ കണ്ണുകൾ വരെ തന്റെ 2 കണ്ണുകൾ പോലും ശിവന് ഒരു മടിയും കൂടാതെ ചൂഴ്ന്നെടുത്ത് കൊടുക്കാൻ അയാൾ തയ്യാറാവുകയും അങ്ങനെ ആ വേടന്റെ മുമ്പിൽ സാക്ഷാൽ മഹേശ്വരൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് തിണ്ണൻ എന്ന ആ വേടന് അദ്ദേഹം കണ്ണപ്പൻ എന്നൊരു നാമവും നൽകി. കണ്ണപ്പൻ തപസ്സനുഷ്ഠിച്ച ഗുഹ വരെ ഇന്ന് ശ്രീകാലഹസ്തിയുടെ ശ്രീകോവിലിൽ ഗർഭഗൃഹത്തിന്റെ പുറകിൽ ഉണ്ടത്രേ.
പൂജാരിമാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അങ്ങനെ ഈ 63 ശൈവ കവികളിൽ ഒരാളായി കണ്ണപ്പൻ എന്നും ചരിത്രം പറയുന്നു. അങ്ങനെ ഈ 4 ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഒരു ക്ഷേത്രം കൂടിയുണ്ട് ഭാരതദേശത്തില്. അതിന്റെ കഥ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ദാരുക വനത്തിൽ അനേകം ഋഷിമാർ അവരുടെ കുടുംബമൊത്ത് താമസിച്ചിരുന്നു. അവരുടെ ഈ തപസ്സിന്റെ ശക്തി കൊണ്ടും മന്ത്രത്തിന്റെയും തന്ത്രത്തിന്റെയും ശക്തി കൊണ്ടും അവർ വിചാരിച്ചു എല്ലാരെയും സകല ദൈവങ്ങളെയും എനിക്ക് എന്റെ വധിയിൽ നിർത്താൻ പറ്റും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ദിവസം തോറും അവരുടെ അഹങ്കാരം കൂടി വന്നു. അപ്പോൾ ശിവന് തോന്നി ഇനിയിപ്പോ ഇടപെടേണ്ട സമയമായി. അങ്ങനെ ശിവൻ എന്ത് ചെയ്തു, ആ ദാരുക വനത്തില് ഒരു ഭിക്ഷാടകന്റെ രൂപത്തിൽ വന്നു. പക്ഷെ അദ്ദേഹം കാണാൻ അതീവ സുന്ദരനായിരുന്നു. അങ്ങനെ അത്രയും സൗന്ദര്യമുള്ള ഒരു ഭിക്ഷാടകനെ കണ്ടപ്പോൾ ഋഷി പത്നിമാർക്ക് വല്ലാതെ ആകർഷണം തോന്നി. ഇത് കണ്ട് ഋഷിമാർക്ക് വല്ലാതെ ദേഷ്യം വന്നു. അങ്ങനെ ഈ ഭിക്ഷാടകനെ ആക്രമിക്കാനായിട്ട് ഋഷിമാർ അവരുടെ മന്ത്രശക്തി കൊണ്ട് അനേകം സർപ്പങ്ങളെ ഈ ഭിക്ഷാടകന് നേരെ അയച്ചു. പക്ഷെ ഈ ഭിക്ഷാടകൻ എന്ത് ചെയ്തു, അദ്ദേഹം ആ നാഗങ്ങളെ എല്ലാം ആഭരണങ്ങളായി അണിഞ്ഞു. അതിനുശേഷം അവർ ഘോരമായ കടുവകളെ ഇദ്ദേഹത്തിന് നേരെ വിട്ടപ്പോൾ ആ കടുവകളെ എല്ലാം സംഹരിച്ച് അദ്ദേഹം അവരെ അദ്ദേഹത്തിന്റെ വസ്ത്രമായി അണിഞ്ഞു. ഇതിൽ വല്ലാതെ കോപം വന്ന ഋഷിമാർ അവസാനം ഒരു ഒറ്റ കൈക്കായി അവർക്കറിയാവുന്ന സകല മന്ത്രതന്ത്ര ശക്തികൾ ഉപയോഗിച്ച് ഒരു ഘോരമായ ഒരു അസുരനെ നിർമ്മിച്ചു. എന്നിട്ട് ആ അസുരനെ ഈ ഭിക്ഷാടകന് നേരെ വിട്ടപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ ആ അസുരനെ അദ്ദേഹം കീഴ്പ്പെടുത്തുകയും ആ അസുരന്റെ മുകളിൽ നിന്നുകൊണ്ട് ആനന്ദ താണ്ഡവ നൃത്തം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു സാധാരണ ഭിക്ഷാടകൻ അല്ല, സാക്ഷാൽ മഹേശ്വരൻ തന്നെയാണ് ഈ ഗ്രാമത്തിൽ വന്നിരിക്കുന്നതെന്നും തങ്ങളുടെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്താനായിട്ടുമാണ് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് അങ്ങനെ മനസ്സിലാവുകയും അവർ അങ്ങനെ ശിവന്റെ പാദത്തിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ ഈ നടന്ന ഈ ആനന്ദ താണ്ഡവ നൃത്തം വൈകുണ്ഠത്തിൽ നിന്നും അനന്തനാഗത്തിന്റെ മുകളിൽ കിടന്ന് മഹാവിഷ്ണു കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ആനന്ദ താണ്ഡവ നൃത്തത്തിൽ വല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അങ്ങനെ നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാരം വല്ലാതെ കൂടുകയും ചെയ്തു. അങ്ങനെ ചില ഞൊടിക്കിടയിൽ അദ്ദേഹത്തിന് വരുന്ന ഈ ഭാരത്തിന്റെ വ്യതിയാനം എങ്ങനെയാണ് എന്ന് അനന്തനാഗൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് യോഗാഭ്യാസം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ശേഷൻ ഒന്ന് അഭ്യർത്ഥിച്ചു മഹാവിഷ്ണുവിന്റെ അടുത്ത്, ഈ ആനന്ദ താണ്ഡവമുണ്ടല്ലോ ശിവന്റെ, എനിക്കത് നേരിട്ട് കാണണം, ഞാൻ അതിന് എന്താണ് വേണ്ടത്? അപ്പോൾ വിഷ്ണു പറഞ്ഞു, നീ തപസ്സനുഷ്ഠിക്ക് കുറച്ചു നേരം, അപ്പൊ നിനക്ക് അതിനൊരു വഴി കിട്ടും. അങ്ങനെ വിഷ്ണുവിന്റെ കൽപ്പന മാനിച്ച് ഈ ശേഷൻ കുറച്ച് കാലം തപസ്സനുഷ്ഠിക്കുകയും അങ്ങനെ മഹാവിഷ്ണു തന്നെ ഒരു വഴി പറഞ്ഞു കൊടുത്തു. അവന്റെ രൂപം വളരെ ചെറുതാക്കാൻ പറഞ്ഞു. അവന്റെ ശരീരത്തിന്റെ താഴ്ഭാഗം സർപ്പത്തിന്റെയും മുകളിലത്തെ ഭാഗം മനുഷ്യന്റെയും തല ഒരു മനുഷ്യന്റെ തല തന്നെയായിരുന്നു. ചില ഗ്രന്ഥങ്ങൾ പറയുന്നത് 5 ഫണം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു അങ്കുലത്തിൽ കുറച്ചധികം മാത്രം വലുപ്പമുള്ള ഈ ശേഷൻ അങ്ങനെ വൈകുണ്ഠത്തിൽ നിന്നും യാത്ര തിരിച്ചു. അപ്പോഴാണ് കാണുന്നത് ഒരു ഋഷി വര്യ, അവരുടെ പേര് ഗോണിക എന്നായിരുന്നു. അവര് തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. അവർക്ക് എന്നും സൂര്യന് അർഘ്യം സമർപ്പിച്ച് അവർക്ക് ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, തനിക്ക് അയോനിജനായ ഒരു മകൻ വേണം. തന്റെ ജ്ഞാനം തന്നോടെ നിന്നു പോവരുത്. തന്റെ ജ്ഞാനം, തന്റെ അറിവ് മുഴുവനും പകർന്നു കൊടുക്കാൻ തനിക്കൊരു മകൻ വേണം. എന്നും അവർ അത് സൂര്യദേവനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ അഞ്ജലി കൂപ്പി
അർഘ്യം സമർപ്പിച്ച് അഞ്ജലി കൂപ്പി വെള്ളത്തിൽ ഇറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കയ്യിൽ പട്ട് എന്നൊരു ശബ്ദം വന്നു. പെട്ടെന്ന് അവര് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു വിചിത്ര രൂപമുള്ള ഒരു ചെറിയ സർപ്പക്കുഞ്ഞ്. അങ്ങനെ അവർ അതിനൊരു പേര് നൽകി. തന്റെ കൈകൾ അഞ്ജലി മുദ്രയിലായിരിക്കുമ്പോൾ, താൻ ധ്യാന നിമഗ്നയായി നിൽക്കുമ്പോൾ പട്ട് എന്നുള്ളൊരു ശബ്ദം കൊണ്ടും, പിന്നെ വീഴുന്നതിന് പതനം, പതിക്കുക എന്നും പറയുമല്ലോ. അങ്ങനെ വന്നതുകൊണ്ടും ആ സർപ്പക്കുഞ്ഞിന് അമ്മ ഒരു പേര് നൽകി. പതഞ്ജലി. അങ്ങനെ അമ്മയുടെ അടുത്ത് ശിക്ഷണം നേടുകയും അനന്തരം ഈ പതഞ്ജലിയാണ് യോഗസൂത്രം രചിച്ചതും എന്നാണ് പറയുന്നത്. അങ്ങനെ യോഗസൂത്രം രചിക്കുകയും അമ്മയുടെ ശിക്ഷണമൊക്കെ എടുക്കുമ്പോഴാണ് തന്റെ ഭൂമിയിലേക്കുള്ള ആഗമന ഉദ്ദേശം പതഞ്ജലിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ അമ്മയോട് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിന് അമ്മ കുറച്ചു നാളും കൂടി ക്ഷമിക്കാൻ പറഞ്ഞു. അതേ സമയത്ത് വേറൊരു ഗ്രാമത്തിൽ ഒരു ഋഷിയുടെ മകൻ ഉണ്ടായിരുന്നു. ആ ആ ഋഷിയുടെ മകന് വലിയ ശിവഭക്തനായിരുന്നു. എന്നും വെളുപ്പിന് അയാള് എഴുന്നേറ്റിട്ട് അയാളുടെ പൂന്തോട്ടത്തിലുള്ള പൂക്കളൊക്കെ പറിക്കും. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ശിവന് പൂക്കളൊക്കെ പറിച്ച് മാല കെട്ടി സമർപ്പിക്കണം എന്നായിരുന്നു അയാൾക്ക് ആഗ്രഹം. കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാല് പൂവിന്റെ തേൻ നുകരാനായിട്ട് വണ്ടുകളും ചിത്രശലഭവും ഒക്കെ വരും. ആരും തീണ്ടാത്ത അത്രയും ശുദ്ധമായ പൂവുകൾ കൊടുക്കണം എന്നായിരുന്നു ആ മാധ്യാനൻ എന്ന ആ ഋഷിയുടെ മകന്റെ ആഗ്രഹം. അങ്ങനെ എന്നും അയാൾ ആ രാവിലെ വല്ലാത്ത വെളുപ്പാൻകാലത്ത് ഈ ചെടിയിലും മരങ്ങളിലും ഒക്കെ കേറുമ്പോ ഈ കണ്ണ് അയാൾക്ക് കാണാതെ ഇരുട്ടായിരിക്കുമല്ലോ. അയാള് താഴെ തെന്നി വീഴുമായിരുന്നു. അപ്പൊ ഇതിന് എന്താണ് ഒരു പോംവഴി എന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ ശിവനെ തന്നെ തപസ്സിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കഠിന തപസ്സിന്റെ ഫലമായി ശിവൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും ശിവൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഏത് ഇരുട്ടിലും മരങ്ങളിൽ കേറാൻ പറ്റണമെന്നും ഏത് ഇരുട്ടിലും തനിക്ക് തേനീച്ചയുടെ കാഴ്ച വേണമെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ ശിവൻ അയാളുടെ കൈയും കാലും കടുവയ്ക്ക് സമാനമാക്കി. അങ്ങനെ അയാൾക്ക് ഒരു പേര് ലഭിച്ചു, വ്യാഘ്രപാദൻ. അങ്ങനെ അയാള് നിഷ്പ്രയാസം പൂവുകൾ പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം അതിനുശേഷം ഒരു ദിവസം അയാളുടെ അച്ഛൻ ചോദിച്ചു, നീ ഇത്രയൊക്കെ തപസ്സനുഷ്ഠിച്ചു, നിനക്ക് കടുവയുടെ പാദവും കയ്യും ഒക്കെ ലഭിച്ചു. ഇനി എന്താണ് നിന്റെ അടുത്ത ലക്ഷ്യം? അയാൾ പറഞ്ഞു, എനിക്ക് മോക്ഷം വേണം. എനിക്ക് ഈ ജന്മ മരണ ചക്രത്തിൽ നിന്നും എനിക്ക് പുറത്തോട്ട് വരണം. അതിന് ഞാൻ എന്ത് വേണം? അങ്ങനെ ആ മുനി മകനോട് തിലൈ വനത്ത് പോയി തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ഒരു കണ്ടൽ കാടുകളാൽ നിറഞ്ഞ പ്രദേശമായിരുന്നു ഈ തില്ലൈ എന്ന് പറയുന്ന ആ സ്ഥലം. അവിടെ അദ്ദേഹം ഒരു സ്വയംഭു ലിംഗം കാണുകയും അവിടെ അദ്ദേഹം ഒരു ചെറിയ ഒരു കുടിൽ പണിത് അവിടെ താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ഋഷിവര്യ മകനോട് തിലൈ വനത്തിൽ തന്നെ പോയി തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം വ്യാഘ്രപാദനും പിന്നീട് ഈ പതഞ്ജലിയും അവിടെ വരികയും അദ്ദേഹത്തിന്റെ തന്നെ ഒരു സ്വതന്ത്രമായ ഒരു ലിംഗം ഉണ്ടാക്കി അദ്ദേഹവും തപസ് ആരംഭിച്ചു. അനേക കാലം ആ തപസ് നീണ്ടു നിന്നു. അപ്പോഴാണ് അവരൊരു കാര്യം ഓർത്തത്. ഈ അവര് തപസ്സിരിക്കുന്ന ആ വനപ്രദേശം മുഴുവനും കൺട്രോൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ വനത്തിന്റെ അധിപ എന്ന് പറയുന്നത് കാളിയായിരുന്നു. അങ്ങനെ ഇവരുടെ തപശക്തി കാരണം ശിവൻ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ കാളി പറഞ്ഞു, ഇത് ഈ വനപ്രദേശം എന്റെ അധീനതയിലുള്ളതാണ്. മറ്റൊരാൾക്ക് ഇതിൽ പ്രവേശനമില്ല. അങ്ങനെ ഇവർക്ക് ആനന്ദ താണ്ഡവ നൃത്തം കാണിക്കണം. ഈ തപസ് അവര് ചെയ്തത് അതിനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്താലാണ് നീ ഇതിന്റെ ഉള്ളിൽ എന്നെ കേറാൻ അനുവദിക്കുക എന്ന് ശിവൻ ചോദിച്ചപ്പോൾ അങ്ങനെ ശിവനും കാളിയും ഒരു നൃത്ത മത്സരം നടത്താൻ തീരുമാനിച്ചു.
കുറെ കാലം ആ നൃത്തം അവരുടെ നീണ്ടു നിന്നു. സ്കോർ ഈക്വൽ ആയിട്ട് പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശിവൻ അദ്ദേഹത്തിന്റെ ഇടത്തെ കാല് ഊർധ്വ താണ്ഡവം എന്ന് പറയും, വല്ലാതെ അങ്ങ് മുകളിലോട്ട് പൊക്കി. അങ്ങനെ ഒരു സ്ത്രീ സഹജമായ ലജ്ജ കൊണ്ടും അത്രയ്ക്ക് അങ്ങട് പൊക്കാൻ അമ്മയ്ക്ക് കുറച്ചൊരു നാണം, ഒരു ലജ്ജ തോന്നി. അങ്ങനെ ശിവൻ അതില് ജയിച്ചു. അതില് കാളിക്ക് കുറച്ച് ദേഷ്യം വരികയും അങ്ങനെ ആ കാടിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് അമ്മ പോയി ഉഗ്രരൂപത്തില് വല്ലാതെ ദേഷ്യത്തിൽ ഇരുന്നു. കാളിക്ക് ദേഷ്യം വന്നത് ബ്രഹ്മാണ്ടത്തിന് നല്ലതല്ല. അങ്ങനെ ഭഗവതിയുടെ ഈ ദേഷ്യം അമ്മ തെപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നൃത്തത്തിന് മുഴുവനും സാക്ഷിയായി നിന്നത് പാർവതിയാണ്. ഇതിലെ ഈ ക്ഷേത്ര പുരാണം, സ്ഥല പുരാണം പറയുന്നത് അവിടെ പാർവതി ഈ നൃത്തം ഇവരുടെ നിരീക്ഷിച്ചത് ലളിതാ സഹസ്രനാമത്തിലെ 2 നാമങ്ങളുണ്ട്, 232. അത് പറയുന്നത് മഹാതാണ്ഡവ സാക്ഷിണി. അതേമാതിരി 571 നാമം പറയുന്നത് മഹാപ്രളയ സാക്ഷിണി. പ്രളയം വരുന്ന സമയത്ത് എല്ലാം ശിവൻ തന്നിലേക്ക് എടുക്കുമ്പോൾ ആ സമയവും അദ്ദേഹം ഒരു മഹാതാണ്ഡവം ചെയ്യുമത്രേ. ആ താണ്ഡവ നൃത്തത്തിന് ആ സമയം സാക്ഷിയാവുന്നത് പാർവതി മാത്രമാണത്രേ. അപ്പോ അത് മനസ്സിൽ വെച്ച് ക്ഷേത്രത്തിന്റെ പുരാണം പറയുന്നത്, അല്ലെങ്കിൽ സ്ഥലപുരാണം പറയുന്നത്, അമ്മ പാർവതി ഈ നൃത്തം നിരീക്ഷിച്ചത് മഹാതാണ്ഡവ സാക്ഷിണിയായിട്ടോ അല്ലെങ്കിൽ മഹാപ്രളയ സാക്ഷിണിയായിട്ടോ ആണ് എന്നാണ്. അങ്ങനെ അമ്മ ഇവിടെ അറിയപ്പെടുന്നത് ശിവകാമി സുന്ദരി എന്ന പേരിലാണ്. അപ്പോ ഇവര് ഈ വ്യാഘ്രപാദനും പിന്നെ ഈ പതഞ്ജലിക്കും മകരമാസത്തിലെ തൈപ്പൂയത്തിന്റെ അന്നാണ് ശിവൻ അവിടെ ആനന്ദ താണ്ഡവ നൃത്തം അവർക്ക് മുന്നിൽ ചെയ്തത്. അങ്ങനെ അവിടെ ഒരു ക്ഷേത്രം വന്നു. അതാണ് തമിഴ്നാട്ടിലെ തിലൈ ചിദംബരം ക്ഷേത്രം. എന്താണ് ഈ ക്ഷേത്രത്തിന്റെ രഹസ്യം? എങ്ങനെയാണ് ഈ ക്ഷേത്രം നമ്മുടെ സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള കഥ. ഇവിടെ ശിവൻ 3 രൂപത്തിലാണ് ഒരു ക്ഷേത്രത്തിൽ, ഒരു ശ്രീകോവിലിൽ, ഒരു ഗർഭഗൃഹത്തിൽ 3 രൂപത്തിലാണ് ഇവിടെ ശിവൻ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യത്തെ രൂപം സകല തിരുമേനി എന്ന് പറയും. നടരാജ രൂപത്തിൽ ഇവിടെ വളരെയധികം വില കൂടിയ രത്നങ്ങൾ പതിച്ച ഒരു ചെറിയ ഒരു നടരാജ വിഗ്രഹമാണ് ഇവിടത്തെ. അദ്ദേഹത്തിന് ഇവിടെ രത്ന സഭാപതി എന്നും പേരുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത രൂപം സകല നിഷ്കല, രൂപം അരൂപം, ആ രണ്ടും കൂടി കലർന്ന ഒരു രൂപത്തിലാണ് അതേ ഗർഭഗൃഹത്തിൽ രണ്ടാമത്തെ രൂപത്തിൽ ഒരു സ്ഫടിക ലിംഗത്തിന്റെ രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. ആ സ്ഫടിക ലിംഗത്തിന്റെ പേര് ചന്ദ്രമൗലീശ്വരർ എന്നാണ്. മൂന്നാമത്തതാണ് ചിദംബര രഹസ്യം. ഞാൻ പറഞ്ഞ രത്നസഭാപതിയുടെ വലതുവശത്ത് ഒരു വലിയ കറുത്ത കർട്ടൻ ഉണ്ടാവും അത്രേ. അത് തുറന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്നത് ശുദ്ധശൂന്യത. കുറച്ച് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ വിൽവ ദളങ്ങളുണ്ടത്രേ. ശുദ്ധശൂന്യതയോ? അതെ, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം. അത് തന്നെയാണ് ഈ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്ന ആകാശ തത്വം. അങ്ങനെ സകല സകല നിഷ്കല തിരുമേനിയായി തന്നെ ഇവിടെ അദ്ദേഹം 3 രൂപത്തിലാണ് അറിയപ്പെടുന്നത്. ഈ ശ്രീകോവിലിന് ഒരു പേരുണ്ട്. ഈ ക്ഷേത്രത്തിന് 5 സഭകളുണ്ട്. ഈ 3 രൂപത്തിൽ ഉള്ള ഗർഭഗൃഹത്തിൽ അദ്ദേഹം ശിവകാമി സുന്ദരിയോടൊപ്പവും ആണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ ശ്രീകോവിലിന്റെ പേര് ചിത് സഭ എന്നും അത് കുറച്ച് ലെഫ്റ്റ് ഇടത് ഭാഗത്തേക്ക് നീങ്ങിയിട്ടുമാണത്രേ.
അത് നമ്മുടെ ഹൃദയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതേമാതിരി നമ്മുടെ ഭൂമിയുടെ ഇക്വേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അതീന്ന് കുറച്ച് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ വിരാട ഹൃദയ സ്ഥലം എന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. ആ ചിത്ത സഭ, ചിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം. ആ ചൈതന്യം അറിയണമെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ചില മാലിന്യങ്ങളൊക്കെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ചിത്ത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ചൈതന്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ചൈതന്യം എന്താണ്? അതിനാണ് ഇംഗ്ലീഷിൽ ഡിവൈൻ കോൺഷ്യസ്നെസ് ഓർ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് ആദ്യത്തെ സഭയായ ചിത് സഭ വരുന്നത്. അതിന് തൊട്ടടുത്താണ് കനകസഭ. ഈ കനകസഭയിലാണ് നിത്യപൂജകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നത്. പിന്നെ ഈ ചിത് സഭേനെയും കനകസഭേനെയും കണക്ട് ചെയ്യുന്ന 5 വെള്ളി പടികളുണ്ട്. ഈ 5 വെള്ളി പടികൾ പ്രതിനിധീകരിക്കുന്നത് ശിവ പഞ്ചാക്ഷരിയെയാണ്. അപ്പോ രണ്ടാമത്തേതാണ് കനകസഭ, മൂന്നാമത്തേതാണ് നൃത്യസഭ. ഈ നൃത്യസഭയിലാണ് കാളിയും മഹാദേവനും കൂടിയുള്ള ആ നൃത്തം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു വലിയ രഥം ഉണ്ടത്രേ. ആ രഥം ആനയും കുതിരയും വലിക്കുന്ന പോലെയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെയാണ് ദേവസഭ. ഈ ദേവസഭയിലാണ് ഉത്സവമൂർത്തികൾ ഒക്കെ വെച്ചിട്ടുള്ളത്. അഞ്ചാമത്തേത് രാജസഭ. ഇവിടെയാണ് 1000 കൽ മണ്ഡപമുള്ളത്. അങ്ങനെ ചിത്സഭ, കനകസഭ, നൃത്തസഭ, ദേവസഭ, രാജസഭ. ഈ 5 സഭകൾ 3 രൂപങ്ങളിൽ ഒരു ശ്രീകോവിലിൽ ഒരു ഗർഭഗൃഹത്തിൽ ശിവൻ ഇവിടെ ദർശനം നൽകുന്നു. ഇനി എങ്ങനെയാണ് ഇത് സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ചിത്സഭയാണല്ലോ ശ്രീകോവിൽ. ഈ ശ്രീകോവിലിന്റെ മേൽക്കൂറ മുഴുവനും സ്വർണം കൊണ്ടാണ്, സ്വർണ്ണ പാളികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 21,600 സ്വർണ്ണ പാളികളാണ് ഉള്ളത്. ആ 21,600 സ്വർണ്ണ പാളി എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു ദിവസം, അതായത് 24 മണിക്കൂർ ശ്വസിക്കുന്ന ശ്വാസമാണത്രേ. അതായത് നമ്മൾ ഒരു ദിവസം 21,600 വട്ടം ശ്വസിക്കുന്നു, ശ്വാസോച്ഛ്വാസം നടത്തുന്നു എന്നാണ് പറയുന്നത്. ആ ഓരോ സ്വർണ്ണ പാളിയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് 72,000 സ്വർണ്ണ ആണി കൊണ്ടാണ്. ആ 72,000 സ്വർണ്ണ ആണി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 72,000 നാഡികളെയാണ്. അതിന്റെ മുകളിലായി 9 കലശങ്ങളുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ നവദ്വാരങ്ങളായിട്ടും എടുക്കാം. അതല്ലെങ്കിൽ ശിവകാമി സുന്ദരി പാർവതിയുടെ 9 ശക്തി ദേവകളായിട്ടും നമുക്ക് എടുക്കാം. പിന്നെ ഇവിടെ 28 തൂണുകൾ ഉണ്ടത്രേ. അത് പ്രതിനിധീകരിക്കുന്നത് 28 ആഗമങ്ങളെയും, അതേ മുകളിൽ തന്നെ 64 ഭീം ഉണ്ടത്രേ. അത് പ്രതിനിധീകരിക്കുന്നത് 64 തന്ത്രങ്ങളുണ്ട്. ഭൈരവ വിജ്ഞാന തന്ത്രം ഒരു ഗ്രന്ഥമുണ്ട്. അതില് 64 ആണ് പറഞ്ഞിരിക്കുന്നത്. 65 ഉണ്ട്. പക്ഷെ അത് അതീവ രഹസ്യമാണ്. അത് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അത് വരുന്നത് ശ്രീവിദ്യ ഉപാസനയില് ആ 65-ാമത്തേത് വരും. പിന്നെ ഈ 64 കലകളും ഉണ്ടല്ലോ, അതുമാണ്, ഇത്രയുമാണ് ആ ചിത്സഭ പ്രതിനിധീകരിക്കുന്നത്. പിന്നെ നമ്മുടെ കനകസഭയിലേക്ക് വരുമ്പോ അവിടെ 18 തൂണുകളുണ്ട്. ആ 18 തൂണുകൾ പ്രതിനിധീകരിക്കുന്നത് 18 പുരാണങ്ങളെയും
സഭയിലെ 6 തൂണുകൾ പ്രതിനിധീകരിക്കുന്നത് വേദങ്ങളുടെ 6 ഭാഗങ്ങളെയോ ആണ്. പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തില് പ്രധാന ഉത്സവം എന്ന് പറയുന്നത്, ആ ഉത്സവം ഞാൻ പറയാം. അതിന് മുന്നേ ഈ നടരാജ വിഗ്രഹം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ നടരാജ വിഗ്രഹം നിങ്ങൾ കാണുമ്പോൾ ആദ്യം നിങ്ങൾ കാണുന്നത് ഒരു അഗ്നി വലയമായിരിക്കും. ഒന്ന് എണ്ണി നോക്കിയാൽ ആ ചെറിയ ചെറിയ ഒരു എന്താ പറയാ, പ്രൊജക്ഷൻസ് പോലെ കാണാം നിങ്ങൾക്ക്. ഒരു നടരാജ വിഗ്രഹം എടുത്തു കഴിഞ്ഞാൽ ഒരു അഗ്നി വലയം. അപ്പൊ അതിന്റെ മുന്നിൽ ശിവൻ ആ, താണ്ഡവ നൃത്തം ചെയ്യായിരിക്കും. അത് കാണിക്കുന്ന ആ അഗ്നി വലയം കാണിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരത്തെയും, അതേ നടരാജന്റെ ശിരസിന്റെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു ജ്വാല വളരെ വലുതായിരിക്കും. അദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് 14ഉം ഇവിടെ 14, 15 വരുന്നത്. അപ്പൊ അത് നമ്മുടെ 2 പക്ഷത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും 15. അങ്ങനെ ആ അഗ്നിവലയത്തിൽ 30 പ്രൊജക്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കൈ, ഒരു കൈ ആ, ഇങ്ങനെ അഭയമുദ്രയിലായിരിക്കും. രക്ഷ അദ്ദേഹം സകല ചരാചരങ്ങളെയും അദ്ദേഹം രക്ഷിക്കും എന്നാണ് അതുകൊണ്ട് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ വേറൊരു കൈയിൽ അദ്ദേഹം വെച്ചിരിക്കുന്നത് അഗ്നിയാണ്. അത് പ്രതിനിധീകരിക്കുന്നത് സംഹാരത്തെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യില് നമുക്കൊരു ഡമരു കാണാം. സൃഷ്ടിയുടെ ആരംഭം, നാദം ആണത് പ്രതിനിധീകരിക്കുന്നത്. ആ നാദം, അതിൽ നിന്നുമാണ് സംസ്കൃത ഭാഷ പോലും വന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതേ നടരാജൻ ചിത്സഭയില് രത്നസഭാപതിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൈയില് അഭയ മുദ്രയും വേറൊരു കൈയിൽ താമരയുമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോ ഇതാണ് ആ ക്ഷേത്രത്തിലെ നടരാജന്റെ ഒരു വ്യാഖ്യാനം. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ എന്ന് പറഞ്ഞാല് 40 ഏക്കർ ആ, സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 4 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. അതേമാതിരി തന്നെ ഈ ഭരതനാട്യം നൃത്തത്തിലെ 108 മുദ്രകൾ അല്ലെങ്കിൽ 108 ഭാവങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതില് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്ത് മഹാവിഷ്ണുവിന്റെ 107 ദിവ്യ സ്ഥലങ്ങളിൽ ഒന്നായ ഗോവിന്ദ രാജ പെരുമാൾ അദ്ദേഹത്തിന്റെയും ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ മെയിൻ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവാതിര വളരെ പ്രധാനമാണ്. പിന്നെ ശിവരാത്രിയുടെ അന്നാണ് നാട്യാഞ്ജലി എന്ന് പറഞ്ഞ് എല്ലാ കൊല്ലവും വലിയൊരു നൃത്തത്തിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ഇവിടത്തെ അഭിഷേകം 6 മഹാ അഭിഷേകമാണ് ഉള്ളത്. ശിവക്ഷേത്രങ്ങളിൽ നിത്യം അഭിഷേകം നടക്കുമല്ലോ. പക്ഷെ ഇവിടത്തെ ശിവലിംഗത്തിന് 6 ഒരു കൊല്ലത്തില് 6 അഭിഷേകമാണ് വളരെ പ്രധാനം. ഒന്ന് ധനുമാസത്തിലെ തിരുവാതിര, പിന്നെ ഒന്ന് കുംഭമാസത്തിലെ പ്രദോഷം, പിന്നെ ഒന്ന് മേടമാസത്തിലെ തിരുവോണ നക്ഷത്രവും, മിഥുന മാസത്തിലെ ഉത്രം നക്ഷത്രത്തില് വൈകുന്നേരം ഇവിടെ അഭിഷേകം നടക്കാറുണ്ടത്രേ. പിന്നെ ചിങ്ങമാസത്തിലെ പ്രദോഷത്തിന് വളരെ പ്രദോഷ സമയം പോലുമല്ല, അത് കഴിഞ്ഞിട്ട് കുറച്ച് രാത്രി സമയത്തും ഇവിടെ അഭിഷേകം നടക്കാറുണ്ടത്രേ. അപ്പോ ഇതാണ് നമ്മുടെ ചിദംബരം ക്ഷേത്രത്തിന്റെ രഹസ്യം. അവിടെ ശ്രീകോവിലിൽ ഗർഭഗൃഹത്തിൽ ഒരു കർട്ടന്റെ പുറകിൽ
ശുദ്ധശൂന്യമായി അദ്ദേഹം നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവിടെ അദ്ദേഹം വിളങ്ങുന്നത് നമ്മുടെ ഉള്ളിലെ ചൈതന്യമായിട്ടാണ്. ആ മൂന്നാമത്തെ നിഷ്കല രൂപത്തിനെയാണ് ലോകപ്രസിദ്ധമായ ചിദംബര രഹസ്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ആദ്യം കണ്ട ഏകാംബരേശ്വരർ ക്ഷേത്രം, പിന്നെ കണ്ട തിരുവാനൈക്കോയിൽ ജംബുകേശ്വരർ ക്ഷേത്രം, തിരുവണ്ണാമലൈ അരുണാചലേശ്വരർ ക്ഷേത്രം, ശ്രീ കാളഹസ്തി ക്ഷേത്രം, പിന്നെ ഇന്ന് നമ്മൾ കണ്ട ശ്രീ ചിദംബരം നടരാജ ക്ഷേത്രം. ഇവർ 5 പേരും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്, ഒരു നൂൽ എന്ന് പറയാം. അതാണ് ശിവന്റെ ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും ശക്തവുമായ മന്ത്രം നമഃശിവായ. അങ്ങനെ ഈ 5 ക്ഷേത്രങ്ങളെയും നമ്മൾ പഞ്ചഭൂതലിംഗ സ്ഥലം എന്നാണ് പറയുന്നത്. നമഃശിവായ ആദ്യമായി വരുന്നത് യജുർവേദ തൈത്തിരീയ സംഹിതയിലെ രുദ്രം എന്ന ഒരു ഗ്രന്ഥത്തിലാണ്. ഈ ഗ്രന്ഥത്തിന് 2 ഭാഗങ്ങളുണ്ട്, നമകം, ചമകം. ഇതിലെ അധ്യായങ്ങൾക്ക് അനുവാകം എന്നാണ് പറയുക. ഇതിലെ നമകം നമ്മൾ എടുത്തു കഴിഞ്ഞാല് അവിടെ ശിവഭക്തൻ രുദ്രനോട് പറയാണ്, അല്ലയോ രുദ്ര, അങ്ങയുടെ ഈ രൗദ്രഭാവം വെടിഞ്ഞ് മംഗളരൂപനായ ശിവസ്വരൂപം എനിക്ക് കാണിച്ചു തരണം. സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെയും അധിപനായ അങ്ങ് മംഗളരൂപിയായ ശിവനായിട്ട് എനിക്ക് ദർശനം തരണം. അങ്ങനെ ഈ നമകം, അതിൽ പലവട്ടം ശിവൻ എന്ന വാക്ക് വരുന്നുണ്ട്. ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ലോകത്തിന്റെ കല്യാണകാരകൻ, ലോകത്തിന്റെ മംഗളം നൽകുന്നവൻ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ശിവൻ എന്ന് പറയുമ്പോൾ ശ്രീ ശിവൻ എന്ന് പറയാറില്ല. കാരണം ശ്രീ ഇസ് ഇംപ്ലൈഡ്. ശിവൻ മീൻസ് ശ്രീ. കാരണം ലോകത്തിന്റെ തന്നെ ഐശ്വര്യം കൊടുക്കുന്നവൻ, മംഗളം കൊടുക്കുന്നവൻ, കല്യാണദായകൻ എന്നാണ് ഈ ശിവൻ എന്ന് ആ ഒരു നാമം കൊണ്ട് അർത്ഥമാകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എറണാകുളത്തപ്പനും മഹാകലേശ്വരും ചോറ്റാനിക്കര ഭഗവതിക്കും മേൽക്കാവിൽ അമ്മയ്ക്കും കീഴ്ക്കാവ് ഭഗവതിക്കും അവിടെയുള്ള ശിവനുമാണ്. തിങ്കളാഴ്ചയായിട്ട് അറിയില്ല, ഇന്ന് പറയാൻ അദ്ദേഹം ഒരു അവസരം തന്നു. പക്ഷെ ഈ നമഃശിവായ, പിന്നെ ഈ സെക്കൻഡ് പാർട്ട് ചമകമാണ്. അവിടെ എത്തുമ്പോൾ ഈ ഒരു ശിവഭക്തൻ തനിക്ക് ചില ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ തരണേ എന്ന് ശിവനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം, അങ്ങനെ ശിവനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ഘട്ടം വരുമ്പോൾ ആ ഭക്തൻ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന്, എനിക്ക് ശിവലോകം തരണേ, എനിക്ക് തരണേ എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ചമകത്തില് തുടർച്ചയായി അത് തീരുന്നത് ചമേ ചമേ എന്നുള്ള ഒരു ഇതിലായിരിക്കും. 2 ഭാഗത്തിലും 11 അധ്യായമാണ് വരുന്നത്. ഇതില് നമഃശിവായ എന്ന ഈ വാക്ക് ആദ്യത്തെ പ്രാവശ്യം വരുന്നത് നമകത്തിലെ 8-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലാണ്. ഇത് വരുന്നത് നമ ശങ്കരായച്ച മയസ്കരായച്ച നമ ശിവായച്ച ശിവതരായച്ച എന്നാണ്. ഇതിന്റെ അർത്ഥം നമ ശങ്കരായച്ച, ലോകത്തിന്റെ തന്നെ സന്തോഷകാരകനും ലോകത്തിന് മുഴുവൻ സന്തോഷം നൽകുന്നവനും മംഗളരൂപനായ ശിവനും, ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഏറ്റവും മംഗളരൂപനായ അല്ലയോ മഹേശ്വര, അങ്ങേക്കെന്റെ പ്രണാമം. ഇതാണ് ഈ ശ്ലോകം കൊണ്ട് വ്യക്തമാക്കുന്നത്. ഇതാണ് നമഃശിവായ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട ഭാഗം. നമഃശിവായ പഞ്ചാക്ഷരിയാണ്. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃതത്തിൽ
മന്ത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർ വ്യാഖ്യാനം എന്താണ്? മനനത്രായേതി ഇതി മന്ത്രഃ. അതായത് ആര് തുടർച്ചയായി ഒരു മന്ത്രം ജപിക്കുകയോ ധ്യാനം ചെയ്യുകയോ ചെയ്യുന്നോ അയാൾക്ക് ഈ ലൗകിക ജീവിതത്തിൽ വരുന്ന മാനസിക പിരിമുറുക്കങ്ങൾ, നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്ന സ്ട്രെസ്, ആൻസൈറ്റി, ഓവർ തിങ്കിങ്, അമിത ചിന്ത, മനസ്സിലെ വിഷമങ്ങൾ, അതൊക്കെ മുക്തിമെന്ന്. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ല, തുടർച്ചയായി ജപിക്കുകയോ ധ്യാനം ചെയ്യുകയോ ചെയ്താൽ ത്രായേതി ഇതി മന്ത്രഃ, അയാൾക്ക് ഇത് രക്ഷ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഏതിൽ നിന്നുമാണ് രക്ഷ? അങ്ങനെ ഇയാൾ ഈ മന്ത്ര ജപം കൊണ്ടോ ധ്യാനം കൊണ്ടോ പോകെ 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 അയാൾ ഈ ബ്രഹ്മാണ്ടത്തിലെ സകല ദ്വന്ദ്വങ്ങളെയും മറികടക്കും. നമ്മൾ ചൂടുകാലമായ എന്തൊരു ചൂട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. തണുപ്പായാല് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, മഴ. ഒരാൾ നന്നായി സംസാരിച്ചു, ഒരാൾ അടുത്ത ദിവസം നന്നായി സംസാരിച്ചില്ല. എല്ലാത്തിലും നമ്മൾ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നു. കാരണം ഇത് ദ്വന്ദ്വങ്ങൾ. ചൂട്, തണുപ്പ്, സ്വീകാര്യത, അസ്വീകാര്യത, രാഗം, ദ്വേഷം, സ്നേഹം, വെറുപ്പ്, അങ്ങനെ ഈ ദ്വന്ദ്വങ്ങൾ. എന്നോട് ആര് മിണ്ടിയാലും എനിക്കൊന്നുമില്ല, മിണ്ടിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല, പുറത്തെ കാലാവസ്ഥ ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് ഈ ബ്രഹ്മാണ്ടവുമായി അയാൾ ഏകത്വം പ്രാപിക്കും. അങ്ങനെ പ്രാപിക്കുമ്പോൾ അയാൾ അദ്വൈതത്തിന്റെ പാതയിലാണെന്ന് പറയാം. അങ്ങനെ അദ്വൈതത്തിന്റെ പാതയിൽ അയാൾ വരുമ്പോൾ ആ മഹാദേവിയുടെ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് മോക്ഷത്തിന് വരെ പ്രാപ്തി ലഭിച്ചേക്കാം. അതാണ് ഈ മന്ത്രം എന്ന് പറയുന്ന ആ വൈബ്രേഷന്റെ ശക്തി. ചില മന്ത്രങ്ങൾക്ക് ഗുരുദീക്ഷ അത്യന്താപേക്ഷികമാണ്. ഗായത്രി മന്ത്രം, ശ്രീവിദ്യ ഉപാസനയിലെ പഞ്ചദശി, ദേവി മഹാത്മ്യത്തിലെ അവാക്ഷരി എന്നിവ ഒരു ഗുരുദീക്ഷയായി സ്വീകരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് അടിയന്റെ ഗുരു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബ്രഹ്മാണ്ടത്തിന്റെ തന്നെ ഗുരുവായാണല്ലോ ശിവൻ ദക്ഷിണാമൂർത്തി സ്വരൂപനായി വിളങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ദക്ഷിണാമൂർത്തിയെ തന്നെ നമ്മുടെ ഗുരുവായി സ്വീകരിച്ച് സങ്കല്പിച്ച് ഈ അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും ശക്തവും പ്രസിദ്ധവുമായ നമഃശിവായ മന്ത്രം ജപിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യും. ഈ നമഃശിവായ പഞ്ചാക്ഷരിയും അതിനൊപ്പം നമ്മൾ ഓം എന്ന പ്രണം ചേർക്കുമ്പോൾ അത് ഷഡക്ഷരമാകുന്നു. മഹ എന്ന് പറയുമ്പോൾ എന്റേത് ഒന്നുമില്ല, ഞാൻ എല്ലാം അങ്ങയിൽ സമർപ്പിക്കുന്നു എന്നാണ് ഈ നമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമഃശിവായയിലെ 5 അക്ഷരങ്ങൾ പ്രതിനിധീകരിക്കുന്നത് വളരെ വലിയ ഒരു രഹസ്യമാണ്. ഈ നമഃശിവായ പ്രതിനിധീകരിക്കുന്നത് ബ്രഹ്മാണ്ടത്തിലെ പഞ്ചഭൂതങ്ങളാണ്. ഇതിലെ പൃഥ്വി തത്വത്തെയും, ജല തത്വത്തെയും, ശി അഗ്നി തത്വത്തെയും, വായു തത്വത്തെയും, അഗ്നി തത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പഞ്ചഭൂതലിംഗ സ്ഥലത്തിലെ ഏകാംബരേശ്വരർ ക്ഷേത്രം ഞാൻ പറഞ്ഞു, പാർവതി തപസ്സു ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഒരു മാവ് കാണുകയും അതിൽ അവിടത്തെ മണ്ണ് കൊണ്ട് ഒരു ലിംഗം നിർമ്മിച്ച് അമ്മ തന്റെ തപസ് ആരംഭിച്ചു എന്നാണ്. അങ്ങനെ ഏകാംബരേശ്വരർ ക്ഷേത്രത്തിലെ ശിവലിംഗം പ്രതിനിധീകരിക്കുന്നത് പൃഥ്വിലിംഗത്തെയാണ്. അങ്ങനെ തിരുവാനൈക്കോയിൽ ജംബുകേശ്വരർ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ശ്രീ പാർവതി തപസ് ആരംഭിക്കുമ്പോൾ കാവേരി നദീജലം കൊണ്ട് ഒരു ശിവലിംഗം നിർമ്മിക്കുകയും വെൺഞാവൽ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് തന്റെ തപസ് ആരംഭിച്ചു എന്നുമാണ്. അങ്ങനെ തിരുവാനൈക്കോയിൽ ജംബുകേശ്വരർ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നത് ജലതത്വത്തെയാണ്. മൂന്നാമത്തെ ക്ഷേത്രമായ തിരുവണ്ണാമലൈ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നത് അഗ്നി തത്വത്തെയാണ്. കാരണം ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ഇടയിൽ ഒരു അഗ്നി സ്തംഭമായിട്ടാണല്ലോ ശിവൻ നിന്നതും. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവവും. അന്നേ ദിവസം ആ അരുണാചലേശ്വര മലയെ വലം വയ്ക്കുന്നത് മോക്ഷം വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നാലാമത്തെ ക്ഷേത്രമായ ശ്രീ കാലഹസ്തി, അവിടെ വായു തപസ്സിരുന്നു. താൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇവിടെ
തപസ് അനുഷ്ഠിച്ചത് കൊണ്ട് ഈ കർപ്പൂരലിംഗം, സ്വയംഭുവായി വന്ന ഈ കർപ്പൂരലിംഗം തന്റെ പേരിൽ അറിയപ്പെടണം എന്ന് പറഞ്ഞു എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ളത് വായുലിംഗമാണ്. അതുകൊണ്ട് ശ്രീകാളഹസ്തി പ്രതിനിധീകരിക്കുന്നത് വായു തത്വത്തെയാണ്. പിന്നെ ചിദംബരം, ആ പേരിൽ തന്നെയുണ്ട് ചൈതന്യം. ചിത്, ചിത്ത. സംസ്കൃതത്തിൽ വാക്കുകളുടെ ഒരു കളി, ഇന്റർപ്ലേ നല്ലോണം ഉണ്ട്. ഇതില് ചിത് എന്ന് പറഞ്ഞാല് നമ്മുടെ ചൈതന്യവും, ചിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസനകൾ, സംസ്കാരം എന്നിവയാണ്. മനോബുദ്ധി അഹങ്കാര ചിതാനാഹം നിർവ്വാണ ഷടകം പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ അന്ധകരണ ചതുഷയത്തെ പറ്റിയാണ് പറയുന്നത്. ഇതേ ലളിതാ സഹസ്രനാമത്തിൽ ചിത് ശക്തി ചേതനാരൂപ ജഡശക്തിർ ജഡാത്മിക എന്ന് പറയുന്നുണ്ട്. അതിലെ ആ ചിത് എന്ന് പറയുന്നത് പ്യോർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഡിവൈൻ കോൺഷ്യസ്നെസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ചിത് അംബരം, ആകാശം നമുക്ക് അളക്കാൻ പറ്റുമോ? അതിന് ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റ് എന്ന് പറയും അല്ലെ. നമുക്ക് ആകാശത്തിന്റെ അവസാനം എവിടെ തുടങ്ങുന്നു കണ്ടുപിടിക്കാൻ പറ്റുമോ? അതുപോലെ ആയിരിക്കണം നമ്മളുടെ പ്യോർ കോൺഷ്യസ്നെസ്, നമ്മുടെ ഡിവൈൻ കോൺഷ്യസ്നെസ്. ആ ചൈതന്യത്തിൽ ഒരാൾ ഉണ്ടാവാൻ പാടും, ഒരാൾ, ഇവർ ശിവോഹം. അതാണ് ഈ ക്ഷേത്രത്തില് ചിത് അംബരം എന്നുകൊണ്ട് പ്രതിനിധീകരിക്കുന്നത്. ഈ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നത് ആകാശ തത്വം. അങ്ങനെ ഈ 5 ക്ഷേത്രങ്ങളും ഞാൻ ഓരോ ആഴ്ചയും പറഞ്ഞു വന്നെങ്കിലും ഇവര് ഒരു നൂലാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമഃശിവായ എന്ന ഈ മോക്ഷ മന്ത്രമായ നൂൽ കൊണ്ട് ഈ 5 ക്ഷേത്രവും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിന് മോക്ഷ മന്ത്രം എന്ന് പറയുന്നത്? 16 വയസ്സ് വരെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ മാർക്കണ്ഡേയൻ തന്റെ അമ്മയും അച്ഛനും കരയുന്നത് കണ്ട് എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് നിന്റെ പിറന്നാളാണ്, 16ാമത്തെ പിറന്നാളാണ്, ഇന്നോടെ യമൻ വരും എന്ന് പറഞ്ഞപ്പോൾ പയ്യൻ പേടിക്കുകയോ ടെൻഷൻ ആവുകയോ ഒന്നും ചെയ്തില്ല. എനിക്കെന്ത് പേടി, ശിവനുള്ളപ്പോ എന്ന് പറഞ്ഞ് അവൻ ആ ശിവലിംഗത്തെ പോയി ടൈറ്റായിട്ട് പിടിക്കുകയും ഇടവില്ല ഓം നമഃശിവായ ജപിക്കുകയും ചെയ്തു. അങ്ങനെ യമൻ വരികയും അതിനോടൊപ്പം വരാൻ പറഞ്ഞപ്പോ ആ യമൻ അതുപോലെ ആ കുട്ടി നോക്കിയില്ല. നമുക്കൊക്കെ ഏറ്റവും പേടിയുള്ള ഒന്നാണല്ലേ മരണഭയം. അത് ഒഴിവാക്കാൻ ഓം നമഃശിവായ ജപിച്ചാ മതി. പോകുന്നത് അദ്ദേഹത്തിന്റെ അടുത്തേക്കല്ലേ, ബാക്ക് ടു സോഴ്സ്. പിന്നെന്താ പേടി? അതിന് കർമ്മം നീറ്റായിട്ട് വെക്കണം, അപ്പൊ പിന്നെ പേടിക്കണ്ട. അപ്പൊ ആ പയ്യൻ ഭാഗത്തേക്ക് നോക്കിയില്ല. അവന്റെ ആ പാശം എറിഞ്ഞപ്പോ അത് പോയി വീണത് ശിവലിംഗത്തിലായിരുന്നു. അങ്ങനെ അതിന്ന് ശിവൻ പ്രത്യക്ഷപ്പെടുകയും യമനെ തന്നെ കൊല്ലാൻ ശിവൻ പോയപ്പോൾ സകല ദേവന്മാരും വന്ന് പറഞ്ഞു, അയ്യോ യമനെ വിട്ടേക്കൂ, യമനെ കൊല്ലരുത്. യമനെ കൊന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ബ്രഹ്മാണ്ടത്തിന്റെ തന്നെ സന്തുലിതാവസ്ഥ തെറ്റും. അങ്ങനെ ശിവൻ പറഞ്ഞു, ഞാൻ യമനെ വിട്ടയക്കാം, പക്ഷേ എന്റെ ഭക്തനായ ഇവൻ എന്നും 16 വയസ്സായിരിക്കും, ഇവൻ ചിരഞ്ജീവിയായിരിക്കും. ഒരിക്കൽ പോലും യമന്റെ ഒരു ദൃഷ്ടി, ഇടക്ക കൊണ്ടുള്ള ഒരു ദൃഷ്ടി പോലും എന്റെ ഈ ഭക്തന്റെ മുകളിൽ വരരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ നമഃശിവായ അല്ലെങ്കിൽ ഓം നമഃശിവായക്ക് നമ്മൾ മോക്ഷ മന്ത്രം എന്നും പറയുന്നത്. പിന്നെ ഈ നമഃശിവായ വേറെ ഒന്നുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. പഞ്ചാക്ഷരി, 5 അക്ഷരങ്ങൾ, ശിവന്റെ 5 മുഖം, പഞ്ചാനന ശിവൻ എന്ന് കേട്ടിട്ടുണ്ടാവും, പഞ്ചഭൂതങ്ങൾ, 4 ദിക്കുകൾ, പിന്നെ മുകൾ ഊർധ്വഭാഗം. അതില് പ്രതിനിധീകരിക്കുന്നത് സത്യജ്യോതനെയും ഈ സത്യജ്യോതൻ പ്രതിനിധീകരിക്കുന്നത് പഞ്ചഭൂതങ്ങളിലെ ഭൂമിയെയുമാണ്. പ്രതിനിധീകരിക്കുന്നത് സത്യജ്യോതനെയും സത്യജ്യോതൻ പ്രതിനിധീകരിക്കുന്നത് പൃഥ്വി തത്വത്തെയുമാണ്. പ്രതിനിധീകരിക്കുന്നത് വാമദേവനെയും അദ്ദേഹം വടക്ക് ദിശയെയും ജലതത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. സത്യജ്യോതൻ പ്രതിനിധീകരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കാണ്.
നമശിവായയിലെ ഷി അഗ്നിതത്വം അത് പ്രതിനിധീകരിക്കുന്നത് പഞ്ചാനന ശിവന്റെ അഘോരഭാവമാണ്. അദ്ദേഹം തെക്കിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കിഴക്കിനെ പ്രതിനിധീകരിക്കുന്നത് തത്പുരുഷനും ഈ തത്പുരുഷൻ പ്രതിനിധീകരിക്കുന്നത് വായു തത്വത്തെയും ആണ്. ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്നത് നമശിവായയിലെ ആണ് ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്നത്. പഞ്ചാനന ശിവനിൽ പ്രതിനിധീകരിക്കുന്നത് ഈശാനനും അദ്ദേഹം മുകളിലേക്ക് ആണ് ഊർധ്വഭാഗം അതാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. നമശിവായയ്ക്ക് നമുക്ക് പറഞ്ഞാലും തീരാത്ത ഒരുപാട് ഉണ്ട്. ഒരു ഉഞ്ചാക്കരി സ്തോത്രം തന്നെയുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് മലയാളത്തിൽ അർത്ഥസഹിതം നൽകാം. അതിലെ ഓരോ അക്ഷരവും തുടങ്ങുന്നത് ഈ പഞ്ചാക്ഷരിയിലത്തെ ആദ്യ അക്ഷരം വെച്ചിട്ടാണ്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃശിവായ. നാഗങ്ങളെ ഹാരമായി ധരിക്കുന്നവനും 3 കണ്ണുകൾ ഉള്ളവനും ശരീരത്തിൽ ഭസ്മം പൂശുന്നവനും ഈശ്വരന്മാരുടെ ഈശ്വരനായ മഹേശ്വരനും എന്നും എറ്റേണൽ നിത്യത മരണം കാലങ്ങൾക്ക് അതീതമായിട്ടുള്ളവനും ഏറ്റവും ശുദ്ധ ആത്മാവും ബ്രഹ്മാണ്ടത്തിലെ തന്നെ ഏറ്റവും ശുദ്ധമായ ആത്മാവുമായ ദിക്കുകളെ തന്നെ വസ്ത്രമായി ഉപയോഗിക്കുന്നവനുമായ അല്ലയോ മഹേശ്വര, അങ്ങേക്ക് എന്റെ പ്രണാമം. ഇതാണ് നമഃശിവായയിലെ പ്രതിനിധീകരിക്കുന്നത്. പിന്നെ സെക്കൻഡ് മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ മന്ദാര ബഹുപുഷ്പസു പൂജിതായ തസ്മൈ മകാരായ നമഃശിവായ. മന്ദാകിനി നദിയിലെ ജലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നവനും ചന്ദനം ലേപനം ചെയ്യുന്നവനും ശിവൻ ആദ്യം സ്വന്തം ആർക്കാണ്? നന്ദിക്ക്. നന്ദീശ്വര പ്രമദനാഥ മഹേശ്വരായ. മന്ദാര പുഷ്പം എന്ന് പറയുന്നത് സ്വർഗത്തിലെ 5 മരങ്ങളിൽ ഒന്നാണ് മന്ദാരം. മന്ദാര പുഷ്പം കൊണ്ടും മറ്റനേകം വിശിഷ്ടമായ പുഷ്പങ്ങൾ കൊണ്ടും അർച്ചന ചെയ്താൽ ഇഷ്ടപ്പെടുന്നവനുമായ അല്ലയോ മഹേശ്വര, അങ്ങേക്കെന്റെ. അങ്ങ് ഇവിടെ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നു. അങ്ങേക്കെന്റെ നമസ്കാരം. ശിവായ ഗൗരി വദനാബ്ജ ബൃന്ദേ സൂര്യായ ദക്ഷ വരനാശകായ ശ്രീനീലകണ്ഠായ ധ്വജായ തസ്മൈ ശിഖാരായ നമഃശിവായ. ആരുടെ മുഖം കണ്ടാലാണോ ഒരു താമര വിടരുന്നുവോ അതുപോലെ അമ്മ പാർവതിയുടെ മുഖകമലം വിടരുന്നത് ആ മഹേശ്വരനും സൂര്യന്റെയും ദക്ഷന്റെയും അഹങ്കാരത്തെ അടക്കിയവനുമായ നീലകണ്ഠൻ പാലാഴിമതനം ചെയ്തപ്പോൾ ആദ്യം വന്നത് ഹാലഹാല വിഷം അല്ലെങ്കിൽ കാളകുട വിഷമായിരുന്നു. വിഷം കുടിക്കാൻ ആർക്കും വന്നില്ല. 14 വിശിഷ്ട വസ്തുക്കൾ എല്ലാവർക്കും വേണമായിരുന്നു. പക്ഷെ ആ വിഷം കുടിക്കാൻ ശിവൻ വേണ്ടി വന്നു അല്ലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാദേവൻ എന്നും പറയുന്നത്. ദേവന്മാരുടെ ദേവൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കാളകൂട വിഷം കുടിച്ച് അദ്ദേഹത്തിന്റെ ഈ കണ്ഠത്തിൽ നിന്നും അത് ഇറക്കാൻ അമ്മ പാർവതി സമ്മതിച്ചില്ല. അമ്മ ഇവിടെ പിടിച്ചു. അങ്ങനെ അതിവിടെ പട്ട പിടിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷത്തിന്റെ ആ ഒരു ഇത് കാരണം അദ്ദേഹത്തിന്റെ ഈ ഭാഗം നീലയാവുകയും അങ്ങനെ അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പേര് വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ധ്വജത്തില് ഇപ്പം നമ്മുടെ മഹാവിഷ്ണുവിന്റെ ധ്വജം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗരുഡ ധ്വജൻ എന്ന് ഉള്ള പോലെ ഇദ്ദേഹത്തിന്റെ ധ്വജത്തിൽ ഉള്ളത് ആരാണ്? വൃഷധ്വജായ നന്ദിയാണ്.
അങ്ങനെ ഇവിടെ ഇദ്ദേഹം ഷി എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുകയും ആ പ്രതിനിധീകരിക്കുന്ന മഹേശ്വരന് എന്റെ നമസ്കാരം. വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമ ശിവായ. വസിഷ്ഠൻ, കുംഭോദ്ഭവൻ എന്ന് പറയുന്നത് ആരാണ്? അഗസ്ത്യൻ, ഗൗതമ മഹർഷി, മറ്റു മുനിമാർ, ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവനും ചന്ദ്രാർക്ക വൈശ്വാനരലോചനായ ശിവന്റെ 3 കണ്ണുകൾ സൂര്യൻ, ചന്ദ്രൻ, അഗ്നിയാണ്. അങ്ങനെ ആ തൃക്കണ്ണുള്ള മഹേശ്വരനും വ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നവനുമായ അല്ലയോ മഹേശ്വര, അങ്ങേക്കെന്റെ പ്രണാമം. യജ്ഞസ്വരൂപായ ജഠാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമ ശിവായ. യജ്ഞത്തിന്റെ തന്നെ രൂപത്തിൽ നിൽക്കുന്നവനും ശിവന്റെ ജഠ, ആ ജഠ ഉള്ള ശിരസുള്ളവനും കയ്യിൽ 3 ആയുധത്തിൽ ഒന്നായ പിനാകഹസ്തം, പിനാകം വില്ല് ഏന്തിയവനും സനാതനനും ദിവ്യവനുമായ അല്ലയോ മഹേശ്വര, ഇവിടെ അങ്ങ് യ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുകയും അങ്ങനെ ഞാൻ യ എന്ന അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്ന ആ ശിവനെ ഞാൻ പ്രണമിക്കുന്നു. ഇതാണ് ശിവ പഞ്ചാക്ഷരി മന്ത്രം. ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, ഞാൻ ഇതിൽ ആഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഡൗട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഇത്രയുമാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. കാരണം പല ആഴ്ചകളിലും നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ ചെയ്തു, പക്ഷെ അതൊന്നും എന്താ പറയാ, സംബന്ധമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ഷേത്രങ്ങളല്ല. ഐ റിപ്പീറ്റ്, ഒരു നമശിവായ എന്ന പഞ്ചാക്ഷരി നൂലാൽ ബന്ധിക്കപ്പെട്ട 5 ക്ഷേത്രങ്ങളും പഞ്ചഭൂതലിംഗ സ്ഥലം എന്നുമാണ് ഈ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്. അതിലെ 4 എണ്ണം തമിഴ്നാട് ജില്ലയിലും 1 എണ്ണം ആന്ധ്രാപ്രദേശുമാണ്. ഇതിൽ 5 ക്ഷേത്രങ്ങൾ 3 എണ്ണം നമ്മൾ ഇന്ത്യയുടെ ആപ്പ് നോക്കിയെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈനിലാണ് ഈ 3 ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രങ്ങൾ വന്നത് ഓരോ നൂറ്റാണ്ടിലുമാണ്. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ 3 ക്ഷേത്രങ്ങൾ 79 ഡിഗ്രി ഇതിലാണ് വരുന്നത്. അതെങ്ങനെ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ഈ വീഡിയോ നാളെ നിങ്ങൾക്ക് എൻ്റെ ലോങ് വീഡിയോ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇന്ന് ലൈവ് സ്ട്രീമിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു വാസുകി ടോക്സ്. ഇനി നാളെ വൈകുന്നേരം 7 മണിക്ക് പുതിയ ഒരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.